ശ്രീ ഗോപാലകൃഷ്ണൻ, തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിൻ്റെ തലപ്പത്തിരുന്നൊരു വ്യക്തിയാണ് താങ്കൾ. നേരത്തെ RVO ചോദിച്ചതുപോലെ എവിടെയാണ് പിഴച്ചത്? വന്ദേ മാതരം. കഴിഞ്ഞ പ്രാവശ്യം പ്രേക്ഷകരോട് പറഞ്ഞു ഞാൻ അയ്യപ്പൻ്റെ നിയോഗമാണ് ഓരോന്ന് മനസ്സിൽ തോന്നിക്കുന്നത്. വരില്ല എന്ന് പറഞ്ഞതിന് ഞാൻ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു. അന്ന് അങ്ങനെ തോന്നി. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ നമ്പ്യാരെ ചോദിച്ച ചോദ്യത്തിന് ഇതെവിടെയാണ്, എന്താണ് പ്രശ്നമെന്ന്, ഞാൻ ഇന്നിവിടെ വന്നത് രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയാനാണ്. ആദ്യമായിട്ട് പറയാനായിട്ട് എന്നെ 2-3 പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. അതിൽ പോലീസുകാരുണ്ട്, ദേവസ്വം ബോർഡിൽ 10% ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും നല്ലവരുണ്ട്. നല്ല ഇദ്ദേഹത്തെ പോലെ ഉള്ള ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. 10 ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഞാൻ അത്രേ കൊടുക്കുന്നുള്ളൂ. മേജർ ക്ഷേത്രങ്ങളിലെല്ലാം 95% കൊള്ളക്കാരാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ അനുഭവം, ഞാൻ നേരിട്ട് അന്വേഷണം നടത്തി ശംഖുമുഖൻ ക്ഷേത്രത്തിൽ വരെ ഞാൻ പതുങ്ങി പോയി എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഞാൻ അതൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇവരെല്ലാം എന്നെ 2 ദിവസമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അതുകൊണ്ട് അവരാണ് എന്നെ ഈ തീരുമാനം മാറ്റിയത്. ഒരുപക്ഷെ അയ്യപ്പൻ്റെ നിയോഗമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. അതായത് ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ദേവസ്വം ബോർഡ് ശബരിമല ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. അവരുടെ ഒരു പരിപാടിയും ട്രാൻസ്പെറൻ്റ് അല്ല, ദുരൂഹമാണ്. ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും. ഞാൻ ഇരുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ്. CPM അധികാരത്തിൽ വന്ന സമയത്ത് ഞാൻ പോയി കടകംപള്ളി വന്ന് ചാർജ് എടുത്തോടെ. എൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. ഞാൻ തൊഴുതു പിടിച്ച് പറഞ്ഞു, ഞാൻ പോവുകയാണ് സാർ, ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത്, ഈ 800 തൊട്ട് 1000 കോടി വരെ റഫ്ലി ഒരു സീസൺ നടവരവ് അല്ലേ? നടവരവ് 800 to 1000. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയില്ല. ആര് ഭരിക്കുമ്പോഴും നേരാമണ്ണ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കള്ള റിപ്പോർട്ടേ തരുള്ളൂ. ഇൻകം കുറച്ചേ കാണിക്കുള്ളൂ. അതിനൊക്കെ അവിടെ ഇതൊക്കെ ചെയ്യാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണെങ്കിലോ അല്ലെങ്കിലോ എത്ര കൊടുക്കണം, ഇത് എന്തിനാണ് അവൻ ചോദിക്കുന്നത്, അതാണെന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ഇല്ല. ശരി, 800 തൊട്ട് 1000 കോടി വരെ ഈ വരുമാനം ഉണ്ടായിട്ട് എൻ്റെ ശ്രദ്ധ, എന്നെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തത് ശബരിമലയിലുള്ളവരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള കാര്യം, ഈ 1-ാം തീയതി, ഈ മാസം 1-ാം തീയതി ഒരു പോലീസുകാരന് പനി വന്നു. അവിടെ പനി ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ അയാൾക്ക് നേരത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും, പക്ഷെ നിവൃത്തിയില്ല. പണി വേണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പോയതല്ലേ പറ്റുള്ളൂ. അങ്ങനെ അയാൾ അവിടെ ജോലി ചെയ്യാൻ വന്നു. അത് കൂടി അഡ്മിറ്റായി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ്, പേര് ഞാൻ മറന്നുപോയി. എന്നിട്ട് പമ്പ ഹോസ്പിറ്റൽ കുറേ കട്ടിലും കുറേ ഡോക്ടർമാരും ഉണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കുറേ കട്ടിലും കുറേ ഡോക്ടർമാരും ഉണ്ട്. പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെ ഉണ്ടായിരിക്കാം. യാതൊരു എക്യുപ്മെൻറ്റും അവിടെ ഇല്ല. കാർഡിയാക് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനോ ന്യൂറോ, ഇത് രണ്ടുമാണല്ലോ. ഈ കയറ്റം കയറുമ്പം BP ഉള്ള ആൾക്ക് ന്യൂറോ പ്രോബ്ലം വരും. പിന്നെ കാർഡിയാക്ക് കോമൺ ആണ്. ഈ 2 പ്രോബ്ലം വരുമ്പം അഡ്രസ്സ് ചെയ്യാനുള്ള യാതൊരു എക്യുപ്മെൻറ്റും അവിടെ ഇല്ല. ഈ പോലീസുകാരൻ മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ പോലീസുകാരൻ്റെ ഒരു ബന്ധു അവിടെ ഡോക്ടറായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നല്ല മനുഷ്യനായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇദ്ദേഹം മരിക്കില്ലായിരുന്നു. അതെന്തോ ഈ ലങ്സിൽ എന്തോ വെള്ളം കയറി എന്തോ ഇൻഫെക്ഷനായി ആണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? നമ്പ്യാർ അറിഞ്ഞോ? ഞാനറിഞ്ഞോ? രാധാകൃഷ്ണൻ അറിഞ്ഞോ? രാജഗോപാലൻ സാർ അറിഞ്ഞോ? നമ്മൾ മീഡിയ വഴിയല്ല അറിയണം. മീഡിയക്ക് കൊടുക്കില്ല. അതാണല്ലോ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യങ്ങൾ ചിലപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ചോദിച്ചാൽ കിട്ടും. പക്ഷേ ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു സാധനവും വെളിയിലോട്ട് പോവില്ല.
ഇത് ആരും അറിഞ്ഞില്ല. എല്ലാവരെയും അവർ കെട്ടി, അവർക്കറിയാം എങ്ങനെ കെട്ടണമെന്ന്. അപ്പോൾ അദ്ദേഹം മരിച്ചു. ഈ സീസണിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പം ഈ മകരവിളക്ക് ഞാൻ പറയുന്നത് 60 ദിവസമുള്ള സീസൺ. അപ്പോൾ 2 സീസണാണ്. ഈ 60 ദിവസത്തെ സീസണിൽ മണ്ഡല മകരവിളക്ക് ഒരു സീസണിൽ 10 ഭക്തർ മരണപ്പെടുന്നുണ്ട്. എല്ലാം കാർഡിയാക് ഓർ ഇത് മറ്റേ ന്യൂറോ, അല്ല വേറെ ഒന്നും അല്ല. ഒന്നീ തല ഇറങ്ങി വീഴും. അത് ഈ ഭയങ്കര കയറ്റമില്ല. അപ്പം ചിലർ ചോദിക്കും അത് കുംഭമേളയിൽ ഇതിലും കൂടുതൽ. യെസ്, കുംഭമേളയിൽ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ വന്നു. പക്ഷെ അവിടെ പ്ലെയിൻ ലാൻഡാണ്. ഇത് ഭയങ്കര കയറ്റവും ഇറക്കവും. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് ഇത്രയും വരുമാനം ഉണ്ടായിട്ടും, സഹസ്ര കോടിയുടെ വരുമാനം ഉണ്ടായിട്ടും ഈ ഭക്തന്മാരുടെ അല്ലേ, അതെ, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഒരു വസ്തു പോലും ഏർപ്പെടുത്തുന്നില്ല, ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല. ഞാനവിടെ 16 സമയത്ത് ഞാൻ ഗോവിന്ദൻ നായർ സാർ ഉണ്ടായിരുന്നു. അപ്പം വന്യവയോധികനെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു പ്രൊപ്പോസൽ ഞാൻ കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു, നിലയ്ക്കൽ അവിടെ ഒരു വലിയ ഫുൾ ഫ്ലെഡ്ജഡ് ഹോസ്പിറ്റൽ ഒന്നീ റിലയൻസിൻ്റെ അടുത്ത് പോയി പറയുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള അല്ല വെളിയിലുള്ള ആരുടെത്തെങ്കിലും പറഞ്ഞിട്ട് വലിയ പൈസക്കാർ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ കൺസ്ട്രക്ട് ചെയ്ത് തരും. അവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഹോസ്പിറ്റൽ നമുക്ക് പണിയണം. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിവർത്തില്ല. ഗൂർക്കയല്ല, ഇനി എന്താണല്ലോ ഹെലികോപ്റ്റർ വേണം. ഭയങ്കര ബ്ലോക്കാണ്, ഭീകര ബ്ലോക്കാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുമ്പളാംപൊയ്ക വരെ പോയിരുന്നു. ഞാൻ സാറിന് പുനലൂരിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് കുമ്പളാംപൊയ്ക എത്തും. 3 മണിക്കൂർ എടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്ലോക്കിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക്? ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ സ്റ്റെൻഡ് ഇട്ട് അല്ലെങ്കിൽ ഒരു കാർഡിയാക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ശബരിമല പോയാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് വീഴും. പിന്നെ നമ്മുടെ മലയാളികൾ പോവില്ല, എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിലിരിക്കും. പക്ഷേ തെലുങ്കരും തമിഴരൊക്കെ ഭയങ്കര ഭക്തിയാണ്. അവരിങ്ങനെ പറന്നിങ്ങനെ വരെയാണ്, വന്നു കഴിഞ്ഞിട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവർ പെട്ടെന്ന് ഡെഡ് ബോഡിയൊക്കെ എടുത്ത് അങ്ങ് കൊണ്ടുപോകാം. അവർക്കിവിടെ ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല, യാതൊരു സൗകര്യമില്ല. എത്ര കോടി രൂപയാണ് ഈ ദേവസ്വം ബോർഡ് ഓരോ സീസണിൽ അഴിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്, ഇങ്ങനെ കറപ്ഷനായിട്ടും അല്ലാതെയൊക്കെ. എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ഗവൺമെൻറ്റിനെ ഞാൻ രാഷ്ട്രീയമായിട്ട് പറയല്ല. ഈ ഗവൺമെൻറ്റൊക്കെ എന്താണ് ചെയ്യണത്? ഒരു എക്യുപ്മെൻറ്റ് മെഡിക്കൽ കോളേജിലെ കുറേ എക്യുപ്മെൻറ്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൂടെ? എന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എന്തുണ്ട്? സ്കാൻ ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഡോക്ടർമാർക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ അവസ്ഥ ഉണ്ടല്ലോ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് എക്യുപ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ അവസ്ഥ കണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെ ആയിരുന്നല്ലോ. അതായത് നമ്മളെല്ലാം കണ്ടതല്ലേ. അപ്പോൾ ഇത് വേറൊരു കാര്യം, ഇവർ പറയുന്ന 1,30,000 പേരെ ഒക്കെ അവിടെ വരുന്നെന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അത് ഈ പമ്പ വഴിയും കരിമല വഴിയും ഒക്കെ കയറി വരുന്ന 1,30,000 ആയിരിക്കും. അതിലും ഈ ദേവസ്വം ബോർഡ് കളിക്കുന്നുണ്ട്, കള്ളം പറയും. 2 ലക്ഷത്തോളം പേര് ഒരു ദിവസം അവിടെ വരുന്നുണ്ട്. 2 ലാക്ക് പുല്ലുമേട് വഴി. പിന്നെ ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല, തമിഴ് അവർക്ക് മറ്റേ കാട് വഴി ഇറങ്ങും. അപ്പോൾ ഇവരെല്ലാം കൂടെ 2 ലക്ഷം പേര് വരുന്നു. നമ്മുടെ കേരളത്തിൽ എവിടെയുണ്ട് 2 ലക്ഷം പേര് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം? അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന, എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോബ്ലം വന്ന, അങ്ങനത്തെ പ്രശ്നം വന്ന അതെങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഡോക്ടർമാരെന്ത് ചെയ്യാനാ? അവർക്ക് സാധനങ്ങളുണ്ടെങ്കിലല്ലേ ചെയ്യുള്ളൂ. ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി നോക്കാം. ഇത് ക്രൂരതയാണ്, ഈ ഭക്തരോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഓക്കെ.